ജിദ്ദയിൽ സംഘടിപ്പിച്ച ഹജ്ജ് എക്സ്പോ സമാപിച്ചു. 90ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എക്സ്പോയുടെ ഭാഗമായി. ഹജ്ജ് സേവനങ്ങൾ മികവുറ്റതാക്കാനുള്ള വിവിധ പദ്ധതികളും സാങ്കേതിക വിദ്യകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. മക്കയും മദീനയും വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നതായിരുന്നു 4 ദിവസങ്ങളിലായി നടന്ന ഹജ്ജ് എക്സ്പോ. ജിദ്ദ സൂപ്പർ ഡോമിൽ 90ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത എക്സ്പോയിൽ വെച്ച് ഇന്ത്യയുൾപ്പെടെ വിവിധ രാജ്യങ്ങളുമായുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാർ ഒപ്പിടൽ ചടങ്ങും നടന്നു. കഅബയുടെ വിവിധ അവശേഷിപ്പുകളും സംസം കിണറിന്റെ ആദ്യകാല രൂപവുമെല്ലാം കാണാനും മനസ്സിലാക്കാനും എക്സ്പോ അവസരമൊരുക്കി. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ട വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ മുഴുവൻ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരും വർഷങ്ങളിലുള്ള ഹജ്ജ് ഉംറ തീർത്ഥാടനം എന്തുകൊണ്ടും തീർത്ഥാടകർക്ക് സുഖപ്രദമായിരിക്കും, സൗകര്യപ്രദമായിരിക്കും എന്നുള്ളത് വായിച്ചെടുക്കാൻ സാധിക്കും. തീർത്ഥാടകരുടെ യാത്രയും നടപടിക്രമങ്ങളും എളുപ്പമാക്കുന്നതിനായി സൗദി ജവാസാത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ അവതരണം ഹജ്ജ് എക്സ്പോയിലെ പ്രധാന ആകർഷങ്ങളിൽ ഒന്നായിരുന്നു. തീർത്ഥാടകരുടെ മുഖവും വിരൽ അടയാളവും സ്കാൻ ചെയ്തുകൊണ്ട് ഓരോ രാജ്യത്തു നിന്നും എത്തുന്ന തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളും എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പുത്തൻ അനുഭവങ്ങൾ ഈ വർഷം ഹജ്ജ് തീർത്ഥാടകർക്ക് ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ നൽകിയാണ് ഹജ്ജ് എക്സ്പോ അവസാനിച്ചത്. മീഡിയ 1 ജിദ്ദ.